നീ എൻ സ്വന്തം ഭാഗം 57. അയ്യേ, ഇവളിത് എന്തൊക്കെയാ പറയുന്നത്? പെട്ടെന്ന് വിശ്വം ചോദിച്ചു. അല്ല, ഇനിയും വരാനുണ്ടല്ലോ 2-3 പേരെ കൂടി. അവർ കൂടി വന്നിട്ട് വേണമെങ്കിൽ നമുക്ക് സെലക്ട് ചെയ്യാം. ശരണ്യ പറഞ്ഞതും ശ്രീദേവ് അവളുടെ തലയ്ക്ക് ഒന്ന് കിഴുക്കി. ആ, എനിക്ക് വേദനിച്ചു. ആണോ? നന്നായി. കൊച്ചുവായിൽ വലിയ വർത്തമാനം പറയണ്ട. ഞാൻ വലിയ കുട്ടിയായി. അതെ, +2 പഠിക്കുന്നു എന്ന് പറഞ്ഞ വലിയ കുട്ടിയാണല്ലോ. അപ്പോൾ ഞാനത് മറന്നൂടാ. സോറി. എന്തായാലും എൻ്റെ കൊച്ചിൻ്റെ ആഗ്രഹം സാധിച്ചു തരാൻ പറ്റുമെന്ന് ചേട്ടായി ഒന്ന് നോക്കട്ടെ. ശ്രീദേവ് പറഞ്ഞുകൊണ്ട് ദക്ഷയെ ഒന്ന് നോക്കി കണ്ണ് ചെമ്മി കാണിച്ചു. മതി മതി സംസാരമൊക്കെ, ഇനി പിന്നെ സംസാരിക്കാം. ഭക്ഷണം കഴിക്കാൻ നോക്കാം. മുത്തശ്ശന് മെഡിസിൻ കഴിക്കാനുള്ളതാണ്. എന്നാ വാ, ഇനി പെണ്ണാലോചിക്കലും പെണ്ണിനെ കണ്ടുപിടിക്കലും എല്ലാം നമുക്ക് ഭക്ഷണം കഴിച്ചിട്ടാവാം. എന്തായാലും ഇനിയും സമയമുണ്ടല്ലോ, മുത്തശ്ശൻ പറഞ്ഞു. ശരിക്കും ഏട്ടനൊരു പെൺകുട്ടി ഇഷ്ടമാണെന്ന് പറഞ്ഞത് സത്യമാണോ? ശരണ്യ ശ്രീദേവിൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് ചോദിക്കുന്നുണ്ട്. അതൊക്കെ സമയമാകുമ്പോൾ നീ അറിയും, അപ്പോൾ അറിഞ്ഞാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീദേവ് വീണ്ടും അവളുടെ തലയിലൊന്ന് കൊട്ടി. ആ ഏട്ടാ, അറിഞ്ഞാൽ മതി. ഓ അല്ല, പറഞ്ഞാൽ മതി, അവൾ തിരുത്തിക്കൊണ്ട് പറഞ്ഞു. എല്ലാവരും ഒരുമിച്ച് ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോഴും ശ്രീദേവ് ദക്ഷയുടെ അടുത്ത് തന്നെ ഇരിക്കാൻ ശ്രദ്ധിച്ചു. അത് ശ്രീകുട്ടിക്കും ശരണ്യയ്ക്കും ഒഴിച്ച് ബാക്കി എല്ലാവർക്കും മനസ്സിലാവുകയും ചെയ്തു. ശ്രീദേവ്, നിനക്ക് കഴിക്കാൻ മെഡിസിൻ ഇല്ലേ? മുത്തശ്ശി ചോദിച്ചു. ഉണ്ട്, ശ്രീദേവ് പറഞ്ഞു. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴും ശ്രീദേവ് ഇടയ്ക്ക് ദക്ഷയെ നോക്കുന്നുണ്ട്. എന്നാൽ അവൻ നോക്കുന്നത് അറിഞ്ഞിട്ടും അത് അറിയാത്തതുപോലെ ഇരിക്കുകയാണ് ദക്ഷ. മുത്തശ്ശി ശ്രീദേവിൻ്റെ പ്ലേറ്റിലേക്ക് ഒരു ചപ്പാത്തി കൂടി വെച്ചതും അവൻ മുത്തശ്ശിയെ നോക്കി. മുത്തശ്ശി, ഞാൻ ഡയറ്റിലാണ്. 2-3 ദിവസമേ എനിക്ക് വർക്കില്ലാതെയുള്ളൂ. അത് കഴിഞ്ഞ് വീണ്ടും എനിക്ക് വർക്കിംഗ് സ്ഥലത്തേക്ക് പോകേണ്ടതാണ്. ഞാൻ വണ്ണം വെച്ചിരുന്ന ഡയറക്ടർ എന്നെ ഓടിക്കും, ശ്രീദേവ് പറഞ്ഞു. ഒന്ന് പോടച്ചേക്ക, ഇപ്പോൾ നന്നായി ഭക്ഷണം കഴിക്കേണ്ട സമയമാണ്. ഒന്നാമത് ഇങ്ങനെ ഇരിക്കുകയാണ്. ഭക്ഷണം കഴിക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല. രാവിലെ നിന്റെ ജിമ്മിലെ മാസ്റ്റർ വരുമല്ലോ, അയാൾ വന്ന് കുറച്ചു നേരം കൂടുതൽ വർക്കൗട്ട് ചെയ്ത് എൻ്റെ കൊച്ചിൻ്റെ ബോഡിയെല്ലാം സെറ്റാക്കിക്കൊള്ളും, മുത്തശ്ശി പറഞ്ഞു. പിന്നെ ഈ കൈയും വെച്ച് ഇനി ഞാൻ ജിമ്മിൽ പോകാൻ പോവാണ്. എന്നെ കൊണ്ടൊന്നും പറ്റില്ല മുത്തശ്ശി, അതുകൊണ്ട് ഡയറ്റ് അതെന്തായാലും ശ്രദ്ധിച്ചേ പറ്റൂ, ശ്രീദേവ് പറഞ്ഞു. എടാ, അതിന് നീ ജിം മാസ്റ്ററുടെ സഹായമോ ജിമ്മിലോ ഒന്നും പോണ്ട. രാവിലെ എഴുന്നേറ്റ് ഈ പ്രകൃതി ഭംഗിയെല്ലാം ആസ്വദിച്ചു കൊണ്ട് നടന്നാൽ മതി. അത് തന്നെ നല്ലൊരു വർക്കൗട്ടാണ്, മുത്തശ്ശൻ പറഞ്ഞു. അത് ശരിയാ, എന്നും രാവിലെ മുത്തശ്ശൻ നടക്കാൻ പോകുന്നുണ്ട്, മുത്തശ്ശി പറഞ്ഞു. മുത്തശ്ശൻ നടക്കാൻ പോകുന്നത് എവിടേക്കാണെന്ന് അറിയാം മുത്തശ്ശിക്ക്? അമ്പലപ്പറമ്പ്. അത്രയും പറഞ്ഞതും മുത്തശ്ശൻ ശ്രീദേവിനെ ഒന്ന് കണ്ണു കോർപ്പിച്ച് നോക്കി. പിന്നെ തലയാട്ടിക്കൊണ്ട് പറയല്ലേ എന്ന് പറഞ്ഞതും അവൻ അവിടെ നിർത്തി. അമ്പലത്തിൻ്റെ അവിടം വരെയല്ലേ? അതെനിക്കറിയാം. അവിടെ മുത്തശ്ശൻ്റെ പഴയ കുറച്ച് കൂട്ടുകാരുണ്ട്. അവരോട് സംസാരിച്ചിരുന്ന് പിന്നെ ഇങ്ങോട്ട് തിരിച്ചു നടക്കും. അത്രേ മുത്തശ്ശൻ പോകുന്നുള്ളൂ. എങ്കിലും അത് അല്പം ദൂരമുണ്ടല്ലോ, മുത്തശ്ശി പറഞ്ഞു. അവിടെ പോയിരിക്കലും മാത്രമല്ല, അവിടുത്തെ ചായക്കടയിൽ നിന്നും ചായ കുടിക്കലും മധുരം കഴിക്കലും എല്ലാം ഉണ്ട്. അത് മുത്തശ്ശി അറിയുന്നില്ല എന്ന് മാത്രം. പതിയെയാണ് ശ്രീദേവ് അത് പറഞ്ഞത്. അതടുത്തിരിക്കുന്ന ദക്ഷ കേൾക്കുകയും ചെയ്തു. അവൾ മുത്തശ്ശനെ ഒന്ന് നോക്കിയതും മുത്തശ്ശൻ 2 കണ്ണും ചിമ്മി കാണിച്ചു. അവളെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. എന്നാ പിന്നെ ശ്രീദേവ്, നമുക്ക് രാവിലെ നടക്കാൻ പോയാലോ? പക്ഷേ നീ മാസ്കൊക്കെ വെച്ചിട്ട് വേണം നടക്കാൻ, അല്ലെങ്കിൽ ആളുകൾ കൂടും. പിന്നെ അങ്ങോട്ട് ഈ ഗ്രാമത്തിലെ സകല പെൺപടയും രാവിലെ ജോഗിങ് എന്ന് പറഞ്ഞ് കൂടെ കൂടും, വിശ്വം പറഞ്ഞു. അത് പറഞ്ഞതും വിശ്വം നോക്കിയത് ദക്ഷയാണ്. അവൾ ശ്രീദേവിനെ നോക്കുന്നുണ്ട്. ഒന്നുമില്ല, ചുമ്മാ, അവൻ അവളെ നോക്കിക്കൊണ്ട് പറഞ്ഞു. പിന്നെ വിശ്വത്തിനെ ഒന്ന് കണ്ണുരുട്ടി കാണിച്ചതും അവൻ ഒന്നും മിണ്ടാതെ ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. എല്ലാവരും ഭക്ഷണം കഴിച്ച് കുറച്ചു നേരം കൂടി ഇരുന്ന് സംസാരിച്ചതിന് ശേഷമാണ് ഉറങ്ങാനായി മുകളിലെ റൂമിലേക്ക് നടന്നത്. മുകളിലെ റൂമിലേക്കുള്ള പടികൾ കയറിയതും, അയ്യോ ദക്ഷ ചേച്ചി, കുടിക്കാനുള്ള വെള്ളം എടുക്കാൻ മറന്നു, ഒന്ന് എടുത്തിട്ട് വരുമോ? ശരണ്യ മുകളിൽ നിന്ന് താഴേക്ക് നോക്കി ചോദിച്ചു. ആ, ഞാൻ എടുത്തിട്ട് വരാം എന്ന് പറഞ്ഞുകൊണ്ട് ദക്ഷ കിച്ചണിലേക്ക് പോകുന്നത് കണ്ടുകൊണ്ട് പതിയെ സോഫയിൽ നിന്നും ശ്രീദേവ് എഴുന്നേറ്റു. അത് കണ്ടതും റോയ് അവൻ്റെ കയ്യിൽ കയറി പിടിച്ചു. നീ ഇതെങ്ങോട്ടാ? റോയ് ചോദിച്ചു.
ഞാൻ കിടക്കാൻ പോകുന്നു. ശ്രീദേവ് പറഞ്ഞതും ബാക്കിയുള്ളവരും കൂടി എഴുന്നേറ്റു. അവരും മുകളിലേക്കുള്ള പടികൾ കയറിയതും ശ്രീദേവ് വരാതെ താഴെ തന്നെ നിൽക്കുന്നത് കണ്ട്, നീ എന്താ വരുന്നില്ലേ? തിരിഞ്ഞു നോക്കിക്കൊണ്ട് ശങ്കർ ചോദിച്ചു. ഞാൻ അല്പം വെള്ളം കുടിച്ചിട്ട് വരാം, ശ്രീദേവ് പറഞ്ഞു. വെള്ളം എടുക്കാൻ ഒരാൾ പോയിട്ടുണ്ട്, അയാളുടെ കയ്യിൽ നിന്ന് തന്നെ വെള്ളം മേടിച്ച് കുടിക്കണേ. പടികൾ കയറി പോകുന്നതിൻ്റെ ഇടയിലും റോയ് പറഞ്ഞു. ഞാൻ ആലോചിച്ചോളാം, നീ പോടാ. ശ്രീദേവ് പറഞ്ഞുകൊണ്ട് തിരിഞ്ഞു നടന്നതും കിച്ചണിൻ്റെ ഭാഗത്തു നിന്ന് വരുന്ന ദക്ഷയെ കണ്ടു. ദക്ഷയെ കണ്ടതും അവൻ അവളുടെ അടുത്തേക്ക് നടന്നു. ഉറങ്ങുന്നില്ലേ? അവൾ ചോദിച്ചു. ഉറങ്ങണം. ഇനിയിപ്പോൾ കുറച്ച് ദിവസം റെസ്റ്റ് അല്ലേ, അപ്പോൾ ഉറങ്ങാനൊക്കെ സമയമുണ്ട്. പക്ഷേ എൻ്റെ കൊച്ചിനോട് ഗുഡ് നൈറ്റ് പറയാതെ എങ്ങനെയാ ഞാൻ കിടന്നുറങ്ങുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് ശ്രീദേവ് അവളുടെ കയ്യിൽ നിന്നും വെള്ളം കൊണ്ടുവന്ന ജഗ് വാങ്ങിക്കൊണ്ട് അത് അവിടെയുള്ള ടേബിളിൽ വെച്ചുകൊണ്ട് അവളുടെ 2 തോളിലും പിടിച്ചുകൊണ്ട് അവളെയും കൊണ്ട് സ്റ്റെയറിനടിയിലേക്ക് പെട്ടെന്ന് മാറി നിന്നു. പെട്ടെന്നുള്ള ശ്രീദേവിൻ്റെ നീക്കമായതുകൊണ്ട് ദക്ഷയ്ക്ക് പ്രതികരിക്കാൻ സമയം കിട്ടിയില്ല. അവളെയും കൊണ്ട് സ്റ്റെയറിനടിയിലേക്ക് ചേർന്ന് അവളെ ഭിത്തിയിലേക്ക് ചേർത്ത് വെച്ചു. അവൾ ഒരു പകപ്പോടെ അവനെ നോക്കി, അവൻ്റെ കണ്ണുകളിലേക്ക് തന്നെ നോക്കി. എന്താണ് എൻ്റെ യക്ഷി കൊച്ച് ഇങ്ങനെ നോക്കുന്നത്? അവൻ ചോദിച്ചു. ദേവ്, എന്തേ കാണിക്കുന്നത്? അവൾ ചോദിച്ചു. ഞാൻ ഗുഡ് നൈറ്റ് പറയാൻ വേണ്ടി വിളിച്ചതല്ലേ, നീ മറ്റെന്തെങ്കിലും പ്രതീക്ഷിച്ചോ? ശ്രീദേവ് ചോദിച്ചു. അവൾ പെട്ടെന്ന് അവൻ്റെ മുഖത്തു നിന്ന് നോട്ടം മാറ്റി. ഇങ്ങനെയൊക്കെ എന്തിനാ കാണിക്കുന്നത്? ഗുഡ് നൈറ്റ് പറഞ്ഞാൽ പോരെ? അവൾ ചോദിച്ചു. മതി, എൻ്റെ ഗുഡ് നൈറ്റ് ഇങ്ങനെയാ, ഞാൻ ഇങ്ങനെയാ ഗുഡ് നൈറ്റ് പറയുന്നത്, ശ്രീദേവ് പറഞ്ഞു. എങ്ങനെ? ദക്ഷ ചോദിച്ചു. ഇങ്ങനെ എന്ന് പറഞ്ഞ് അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ആദ്യം അവളുടെ നെറ്റിയിൽ ഒന്ന് ചുംബിച്ചു. ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞു. അതിനുശേഷം അവളുടെ കവിളിൽ ചുംബിച്ചു. മൈ സ്വീറ്റ് ഹാർട്ട് എന്ന് പറഞ്ഞ് അവളുടെ 2 കവിളിലും മാറി മാറി ചുംബിച്ചു. പിന്നെ അവൻ്റെ നോട്ടം അവളുടെ ചുണ്ടിലേക്ക് ചെന്നതും ദക്ഷ അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി. 2 പേരുടെയും കണ്ണുകളിൽ പ്രണയം നിറഞ്ഞു. അവൻ വളരെ പതിയെ അവളുടെ ചുണ്ടിലേക്ക് അടുത്തുകൊണ്ട് അവളുടെ ചുണ്ടിൽ ചുംബിച്ചുകൊണ്ട് സ്വീറ്റ് ഡ്രീംസ് എന്ന് പറഞ്ഞു. പിന്നെ അവളുടെ മുഖത്തേക്ക് നോക്കി. എന്നെ സ്വപ്നം കണ്ട് ഉറങ്ങിക്കോ. തൊട്ടടുത്ത മുറിയിൽ ഞാനുണ്ട്. എന്നെ കാണണമെന്ന് തോന്നിയാ അങ്ങോട്ട് പോര്. റൂം ഞാൻ അടയ്ക്കുന്നില്ല, അവൻ പറഞ്ഞു. അയ്യടാ, അതിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞ് അവൾ അവനെ തള്ളി മാറ്റിക്കൊണ്ട് പോകാൻ നോക്കിയതും അവൻ അവളെ കയ്യിൽ കയറി പിടിച്ചു. അത് വീട് മാറിക്കിടക്കുന്നതല്ലേ, വല്ല പേടി സ്വപ്നം കണ്ടാലോ എന്ന് വെച്ച് പറഞ്ഞതാണ്, ശ്രീദേവ് പറഞ്ഞു. എൻ്റെ അടുത്ത് കിടക്കുകയാണെങ്കിൽ പേടി സ്വപ്നം ഒന്നും കാണില്ല, അവൻ പറഞ്ഞു. ഒരു പേടി സ്വപ്നവും ഞാൻ കാണില്ല കേട്ടോ, അവൾ പറഞ്ഞു. എങ്ങാനും കണ്ടാലും കുഴപ്പമില്ല, ഞാൻ നോക്കിക്കോളാം, അവൾ പറഞ്ഞു. ഞാൻ അടുത്തുണ്ടെങ്കിൽ കെട്ടിപ്പിടിച്ച് കിടക്കാം, അപ്പോൾ പേടി സ്വപ്നമൊന്നും കാണില്ല, ശ്രീദേവ് പറഞ്ഞു. അപ്പോഴാ കൂടുതൽ പേടി സ്വപ്നം കാണുന്നത്, അവൾ പറഞ്ഞു. അത് കേട്ടതും അവൻ ചുണ്ടു കൂർപ്പിച്ച് അവളെ നോക്കി. പെട്ടെന്നാണ് ഹാളിലെ ലൈറ്റെല്ലാം അണഞ്ഞത്. അത് കണ്ടതും അവൾ ചുറ്റും നോക്കി. അയ്യോ, അവൾ എന്തോ പറയാൻ വന്നതും ശ്രീദേവ് വേഗം അവളുടെ വായ മൂടിപ്പിടിച്ചു. മിണ്ടാതിരിക്കെ, ആരോ താഴെയുണ്ട്, അവൻ പറഞ്ഞു. അതിനെന്താ, നമുക്ക് റൂമിലേക്ക് പോകണ്ടേ? പോകാം, ചിലപ്പോൾ മുത്തശ്ശിയായിരിക്കും, ലൈറ്റ് കണ്ടിട്ട് ഓഫ് ചെയ്യാൻ വന്നതായിരിക്കും. മുത്തശ്ശി ലൈറ്റ് ഓഫ് ചെയ്തിട്ട് പോട്ടെ, എന്നിട്ട് നമുക്ക് പോകാം, ശ്രീദേവ് പറഞ്ഞു. അവൾ പതിയെ തലയണക്കി. അവൾ ചുറ്റും നോക്കുന്നുണ്ട്. ലിവിംഗ് റൂമിൽ വെച്ചിരിക്കുന്ന മനോഹരമായ വലിയ അക്വേറിയത്തിൽ നിന്നും വാട്ടർ ഫൗണ്ടനിൽ നിന്നും വരുന്ന നീലവെട്ടം അവിടെയാകെ പരന്നു. അവൾ ചുറ്റും നോക്കുകയാണ്. എന്നാൽ അവളുടെ നോട്ടവും പരിഭ്രമവും നോക്കി കാണുകയായിരുന്നു ശ്രീദേവ്. അവളുടെ കണ്ണുകളിലേക്ക് കണ്ണുകൾ മാറ്റാതെ അവൻ അവളെ തന്നെ നോക്കി നിന്നു. അവൻ്റെ കൈകൾ പതിയെ അവളുടെ കവിളിൽ അമർന്നതും അവൾ ഒരു പിടച്ചിലോടെ അവനെ നോക്കി. അപ്പോഴാണ് തൻ്റെ കണ്ണുകളിലേക്ക് തന്നെ നോക്കി നിൽക്കുന്ന അവനെ അവൾ കാണുന്നത്. അവളും ആ നിമിഷം അവൻ്റെ കണ്ണുകളിലേക്ക് തന്നെ നോക്കി. 2 പേരും കണ്ണിമ വെട്ടാതെ നോക്കി നിന്നു. താഴെയുള്ള റൂമിൻ്റെ ഡോർ അടയുന്ന ശബ്ദം കേട്ടാണ്
രണ്ടുപേരും കണ്ണുകൾ മാറ്റിയത്. മുത്തശ്ശി റൂമിലേക്ക് കയറിയെന്ന് തോന്നുന്നു. എന്നാ പോയാലോ? ശ്രീദേവ് ചോദിച്ചു. പോകാം എന്ന് പറഞ്ഞ് ദക്ഷ നടക്കാൻ പോയതും ശ്രീദേവ് പോക്കറ്റിൽ നിന്നും ഫോണെടുത്ത് ഫ്ലാഷ് ലൈറ്റ് ഓണാക്കി. ആ വെള്ളം എടുത്തോ, ശ്രീദേവ് പറഞ്ഞു. ദക്ഷ ശ്രീദേവ് അവളുടെ കയ്യിൽ നിന്ന് വാങ്ങി വെച്ച വെള്ളം ജഗ് എടുത്തു. അതുമായിട്ട് അവൻ്റെ കൂടെ തന്നെ ഒരുമിച്ച് രണ്ടുപേരും പടികൾ കയറി മുകളിലെത്തിയപ്പോൾ ശ്രീദേവിൻ്റെ റൂമിൻ്റെ വാതിക്കലായി കൈകെട്ടി നിൽക്കുന്ന വിശ്വത്തിനെയും റോയിയെയും ശങ്കറിനെയും കാണുന്നത്. അവരെ കണ്ടത് ദക്ഷ ശ്രീദേവിൻ്റെ പിന്നിലേക്ക് മാറി. ഇത്ര നേരം എടുത്തോ നിനക്ക് വെള്ളം കുടിക്കാൻ? എന്തു വെള്ളം കുടിയായിരുന്നടാ അത്? ശങ്കർ ചോദിച്ചു. അത് കേട്ടതും ശ്രീദേവ് അവനെ ഒന്ന് കനിപ്പിച്ചു നോക്കി. വെള്ളം കുടിക്കലും കുടിപ്പിക്കലും എല്ലാം കഴിഞ്ഞെങ്കിൽ മക്കൾ റൂമിലേക്ക് പോകാൻ നോക്ക്. ദേ നീ ഈ റൂമിലേക്ക് കയറിയിട്ട് വേണം ഞങ്ങൾക്ക് പോയി കിടന്നുറങ്ങാൻ, റോയ് പറഞ്ഞു. അതെന്തിനാ ഞാൻ റൂമിലേക്ക് കയറുന്നത് വരെ നിങ്ങൾ കാത്തു നിൽക്കുന്നത്? നിങ്ങൾക്ക് പോയി കിടക്കാൻ പാടില്ലേ? ഇല്ല, നീ വന്ന് റൂമിലേക്ക് കയറാതെ ഞങ്ങൾ റൂമിലേക്ക് പോകില്ല മോനെ. ദക്ഷ മോള് റൂമിലേക്ക് പോ. ശ്രീദേവ് നീ നിൻ്റെ റൂമിലേക്ക് പോ, റോയ് പറഞ്ഞു. നാളെ ഇതൊക്കെ ഞാൻ കാണണം കേട്ടോ, ശ്രീദേവ് പറഞ്ഞപ്പോഴാണ് നാളെ അവരെല്ലാവരും ഓർത്തത്. അയ്യോ അതല്ല ശ്രീദേവ്, അവിടെ രണ്ടുപേരെ ഉറങ്ങാതെ ഈ കൊച്ചിനെ നോക്കിയിരിക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ ലേറ്റായ അവർക്ക് സംശയം തോന്നിയാലോ എന്ന് കരുതി മാത്രം നിങ്ങളെ കാത്തു നിന്നതാണ്, ശങ്കർ പറഞ്ഞു. ആയിക്കോട്ടെ, എനിക്ക് പരാതിയൊന്നുമില്ല. ദക്ഷ ഗുഡ് നൈറ്റ്, ശ്രീദേവ് അവളുടെ മുഖത്ത് നോക്കി പറഞ്ഞതും അവൾ ചെറുപുഞ്ചിരി നൽകി റൂമിലേക്ക് കയറി. ശ്രീദേവ് അവരെ 3 പേരെയും നോക്കി അവൻ്റെ റൂമിലേക്ക് കയറി. അല്ല, നിങ്ങൾ കിടക്കുന്നില്ലേ? അല്ലെങ്കിൽ ഇവിടെ കിടക്കാൻ വല്ല പ്ലാനും ഉണ്ടോ? ശ്രീദേവ് അവരെ നോക്കി ചോദിച്ചു. ഇല്ല, ഞങ്ങൾ കിടക്കാണ്, ഞാൻ ദേ പോയി എന്ന് പറഞ്ഞുകൊണ്ട് വിശ്വം വേഗം പോയി. അവൻ്റെ പുറകെ തന്നെ ശങ്കറും റോയും. അവർ പോകുന്നത് നോക്കി ചെറുപുഞ്ചിരിയോടെ ശ്രീദേവ് ഡോറടച്ചു. അവൻ റൂമിലേക്ക് ചെന്ന് ബെഡിൽ കിടന്നു. അവൻ്റെ മനസ്സിലേക്ക് ഇന്നുണ്ടായ കാര്യങ്ങളെല്ലാം ഓർമ്മ വന്നു. അതെല്ലാം ഓർത്ത് ചെറുപുഞ്ചിരിയോടെയാണ് ശ്രീദേവ് കിടന്നത്. എന്നാൽ ഇതേ സമയം ഹൈദരാബാദ് ശ്രീദേവിൻ്റെ പാലസിൽ ദാദാ പ്രതാപ് ചന്ദ്ര മൗലിയുടെ കൂടെ തന്നെ ശ്രീദേവിൻ്റെ അച്ഛൻ്റെ അനിയൻ പ്രാണ പ്രതാപും സഹോദരി ഭർത്താവ് അശോക് സിംഹയും അയാളുടെ മകൻ നാഗേന്ദ്ര സിംഹയും കൂടി ഇരിക്കുകയാണ്. എന്നാലും ഇത്രയും വലിയൊരു ബിസിനസ് ഡീലിൽ നിന്നും SRD ഗ്രൂപ്പ് പിന്മാറിയെന്ന് പറഞ്ഞിട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അങ്ങനെയാണല്ലോ വല്യച്ഛൻ വിളിച്ചപ്പോൾ പറഞ്ഞത്. പ്രാണ പ്രതാപിൻ്റെ മകൾ കനികയാണ് പറഞ്ഞത്. എന്തായാലും ഒരു കാര്യത്തിൽ ആശ്വാസമുണ്ട്. SRD ഗ്രൂപ്പ് പിന്മാറിയെന്ന് പറഞ്ഞാൽ പിന്മാറിയിട്ടുണ്ടാകും, അല്ലെങ്കിൽ ശ്രീദേവ് അത് പറയില്ല. എന്തായാലും ഏട്ടൻ വിളിച്ചപ്പോൾ അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. ഇനി എന്തായാലും SRD ഗ്രൂപ്പിൽ അത് പങ്കെടുക്കില്ല. അവൻ വാക്ക് പറഞ്ഞ വാക്കാണ്. പക്ഷേ SS ഗ്രൂപ്പ് അത് എന്ത് ചെയ്യും? ശ്രീദേവിൻ്റെ ചെറിയച്ഛൻ പ്രാണപ്രതാപാണ് പറഞ്ഞത്. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. സത്യത്തിൽ SRD ഗ്രൂപ്പിനേക്കാൾ പേടിക്കേണ്ടത് SS ഗ്രൂപ്പിനെയാണ്. ശ്രീദേവിൻ്റെ അമ്മയുടെ അച്ഛനാണ് SS ഗ്രൂപ്പിൻ്റെ സാരഥി. ഇത്രയും വളർച്ചയിലെത്തിച്ചതും അദ്ദേഹം തന്നെയാണ്. പക്ഷേ ഇപ്പോൾ പ്രായാധിക്യം മൂലമാണ് അദ്ദേഹം ബിസിനസ്സിൽ നിന്നും പിന്മാറിയിരിക്കുന്നത്. ശ്രീദേവിനോട് നോക്കി നടത്താൻ പറഞ്ഞിരുന്നെങ്കിലും അവന് സ്വന്തമായിട്ടൊരു ബിസിനസ് ഉള്ളത് കൊണ്ട് അവൻ ഏറ്റെടുക്കാൻ തയ്യാറായില്ല. അതുകൊണ്ട് തന്നെ അത് മറ്റൊരാൾക്ക് കൈമാറ്റപ്പെട്ടു എന്നൊക്കെയാണ് പറയുന്നത്. സത്യത്തിൽ ഇതുവരെ ഇത്രയും വർഷമായിട്ടും അതിൻ്റെ സാരഥി ആരാണ് ഇപ്പോഴത്തെ എന്ന് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ആരായിരിക്കും SS ഗ്രൂപ്പിനെ പ്രതിനിധീകരിച്ച് വരുന്നത് എന്നും പറയാൻ പറ്റില്ല. സാധാരണ വരാറ് ഒരു വിദേശ മലയാളിയായ ഒരു സുന്ദരനായ ചെറുപ്പക്കാരനാണ്. ഇപ്രാവശ്യവും അവൻ തന്നെയാണ് വരാൻ സാധ്യത. പക്ഷേ അവൻ എവിടെയാണ് എപ്പോഴാണ് പ്രത്യക്ഷപ്പെടുന്നത് എന്ന് മാത്രം ആർക്കും പ്രവചിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ അവനോട് ഇക്കാര്യങ്ങൾ നേരിട്ടൊരു ഡീല് സംസാരിക്കാൻ ആർക്കും ഇതുവരെ സാധിച്ചിട്ടില്ല. SRD ഗ്രൂപ്പ് പിന്മാറിയെന്ന് പറയുമ്പോൾ ശ്രീദേവി ഇനി അക്കാര്യത്തിൽ ഇടപെടില്ല, അതെനിക്ക് ഉറപ്പാണ്, അച്ഛൻ്റെ സഹോദരി മകനായ നാഗേന്ദ്രൻ പറഞ്ഞു. പക്ഷേ SS ഗ്രൂപ്പ് അതിനെ തടഞ്ഞേ പറ്റൂ. അല്ലെങ്കിൽ ഈ ഗ്ലോബൽ മീറ്റിൻ്റെ ഈ വലിയ ടെൻഡർ അത് SS ഗ്രൂപ്പിൽ എത്തപ്പെടും. അങ്ങനെ എത്തിപ്പെട്ട പിന്നെ പറയണ്ടല്ലോ,
ഇപ്പോൾ തന്നെ SS ഗ്രൂപ്പിനെ പിടിച്ചാൽ കിട്ടുന്നില്ല. ഇനി ഈ ടെൻഡർ കൂടി അവർക്ക് കിട്ടിയ പിന്നെ പറയണ്ട. SS ഗ്രൂപ്പിൻ്റെ സാരഥി ഇപ്പോഴത്തെ ആരാണെന്ന് എങ്ങനെ അറിയാൻ പറ്റും? ശ്രീദേവിൽ നിന്നും ഒരു കാരണവശാലും അതറിയാൻ പറ്റില്ല. ശ്രീദേവ് അറിയാതെ അവൻ്റെ മുത്തച്ഛൻ ഒന്നും ചെയ്യില്ല. പക്ഷേ എത്ര ചോദിച്ചിട്ടും ഏട്ടൻ ചോദിച്ചിട്ട് പോലും ശ്രീദേവ് അറിയില്ല എന്ന് തന്നെയാണ് പറയുന്നത്. ഇനി ആരായിരിക്കും എന്നറിയാൻ എന്തെങ്കിലും വഴിയുണ്ടോ? ശ്രീദേവിൻ്റെ ചെറിയച്ഛനാണ് ചോദിച്ചത്. ഒരു വഴിയേ ഉള്ളൂ. ഇപ്പോൾ ശ്രീദേവ് അമ്മ വീട്ടിലുണ്ടെന്നല്ലേ പറഞ്ഞത്? അമ്മ വീട്ടിലേക്ക് നമുക്ക് പോകണം. എന്തായാലും ശ്രീദേവിൻ്റെ അമ്മ നമുക്ക് വേണ്ടി സഹായങ്ങളൊന്നും ചെയ്യില്ല. അതുകൊണ്ട് നമ്മൾ തന്നെ ഇറങ്ങിയേ പറ്റൂ. ടെൻഡറിൻ്റെ ദിവസം അടുക്കുകയാണ്. ആ ടെൻഡർ കിട്ടിയാലാണ് ചന്ദ്രമൗലി ഗ്രൂപ്പിന് ഇനി പിടിച്ചു നിൽക്കാനാവൂ എന്ന് അശോക് സിംഹ പറഞ്ഞതും ദാദാ പ്രതാപ് ചന്ദ്രമൗലി അവരെയൊന്ന് നോക്കി. അപ്പോൾ ചന്ദ്രമൗലി ഗ്രൂപ്പ് തകർച്ചയുടെ വക്കിലാണ് അല്ലേ? അദ്ദേഹം ചോദിച്ചതും അശോക് സിംഹയും പ്രാണപ്രതാപും പരസ്പരം നോക്കി. അങ്ങനെയല്ല ബാബ, കുറച്ചുകൂടി ചന്ദ്രമൗലി ഗ്രൂപ്പിന് ഉയർച്ച നേടിത്തരാൻ ഈ ടെൻഡറിന് സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് ഈ ടെൻഡറിന് വേണ്ടി ഇത്രയധികം ബിസിനസ് ഗ്രൂപ്പുകൾ തമ്മിൽ മത്സരിക്കുന്നത് പോലും. പക്ഷേ SS ഗ്രൂപ്പ് പങ്കെടുക്കുന്നത് കൊണ്ട് തന്നെയാണ് SRD ഗ്രൂപ്പ് അടക്കം പിന്മാറുന്നത്. SS ഗ്രൂപ്പ് ഏതെങ്കിലും ഒരു ടെൻഡറിൽ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ അത് നേടാതെ ഇരുന്നിട്ടില്ല. ഇനി SS ഗ്രൂപ്പിന് അത് കിട്ടിയില്ലെങ്കിൽ പിന്നെ ആ ടെൻഡർ കിട്ടുന്നത് SRD ഗ്രൂപ്പിനായിരിക്കും. പക്ഷേ ഇവിടെ എന്തായാലും SRD ഗ്രൂപ്പ് പിന്മാറി. ഇനി പേടിക്കേണ്ടത് SS ഗ്രൂപ്പിനെയാണ്. അത് ആരുടെയാണെന്ന് ഇതുവരെയും പുറത്ത് ആരും അറിഞ്ഞിട്ടില്ല. അതറിയണമെങ്കിൽ നമുക്ക് ശ്രീദേവിൻ്റെ മുത്തശ്ശനെ കാണണം. അദ്ദേഹം വിചാരിച്ചാൽ ഇനി SS ഗ്രൂപ്പിലെ ആളുകളെ നമുക്ക് കണ്ടെത്താൻ പറ്റൂ. ഇത്രയും നാളുകളായിട്ടും SS ഗ്രൂപ്പിൻ്റെ സാരഥി ആരാണെന്ന് പുറം ലോകം അറിഞ്ഞിട്ടില്ല, അറിയാനുള്ള ഇട കൊടുത്തിട്ടില്ല. അത് തന്നെ ഒരു ഒളിച്ചുകളിയാണ്. ഇനി അദ്ദേഹം തന്നെ ഇത് മുന്നോട്ട് കൊണ്ടുപോവുകയാണോ എന്നറിയില്ല. ഇതെല്ലാം അറിയണമെങ്കിൽ നമ്മൾ കേരളത്തിലെത്തണം, ശ്രീദേവിൻ്റെ തറവാട്ടിലെത്തണം. ആരൊക്കെയാണ് പോകുന്നത്? ബാബ പ്രതാപ് ചന്ദ്രമൗലി ചോദിച്ചു. അതിനാദ്യം ശ്രീദേവിൻ്റെ അമ്മയെ കൊണ്ട് സമ്മതിപ്പിക്കണം. എന്നിട്ട് ശ്രീദേവിൻ്റെ അമ്മ സമ്മതിച്ചാൽ അവരുടെയൊപ്പം ചെറിയമ്മ ജാൻവിയും കനികയും പിന്നെ എൻ്റെ അമ്മ പ്രയാഗയും ഞാനും കൂടി പോകാം. അതിനുശേഷം നിങ്ങളെല്ലാവരും വന്നാൽ മതി. ഇപ്പോൾ കേരളത്തിൽ ഏതോ ഫെസ്റ്റിവൽ നടക്കാൻ പോവല്ലേ, വിഷുവോ അങ്ങനെ എന്തോ. അപ്പോൾ അതിനെ പങ്കെടുക്കാൻ പോകുന്നത് പോലെ എല്ലാവർക്കും കൂടി പോയാൽ മതി. എന്നിട്ട് അവിടെ ചെന്ന് കാര്യങ്ങളൊക്കെ സംസാരിക്കാം. അതായിരിക്കും കുറച്ചുകൂടി നല്ലത്, നയന സിംഹ പറഞ്ഞു. അപ്പോൾ കേരളത്തിൽ പോകാൻ തീരുമാനിച്ചോ? തീരുമാനിച്ചു. കാരണം ഈ ടെൻഡർ അത്രയും വിലപ്പെട്ടതാണ് നമുക്ക് എന്ന് അശോക് സിംഹയും നാഗേന്ദ്ര സിംഹയും ഒരുപോലെ പറഞ്ഞു. ഹായ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു? ഞാൻ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ സ്റ്റോറി ഇട്ടിട്ടുണ്ടേ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ലവ് യു ഓൾ. ഇറ്റ്സ് മീ കാർത്തിക.